ഇന്നലകളിലും നല്ല ബന്ധത്തിലായിരുന്നു. നാളെയും നല്ല ബന്ധത്തിൽ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരിപാടി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അവരെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു, ക്ഷണിച്ചു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ടും പിന്നെ പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടും യാതൊരു കൺഫ്യൂഷനും ഇല്ല. അവർ കൃത്യമായി ആ കാര്യങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഈ കഴിഞ്ഞ 2018 കേസുമായി ബന്ധപ്പെട്ട് ഒരു ചില കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൺഫ്യൂഷൻ എന്താണോ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പരിഹാരം ഉണ്ടാവണമല്ലോ, സ്വാഭാവികമായ അത് എന്താണോ അവരുടെ ഒരു ആവശ്യമുണ്ട്. അത് അല്ല, ഞങ്ങളോടിപ്പോൾ അതല്ല, ഞങ്ങളോട് ആ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആശങ്ക അവർ പങ്കുവച്ചു. അതുമായും ബന്ധപ്പെട്ട അധികാരികളോട് ബോർഡ് ചർച്ച ചെയ്ത് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും മുന്നോട്ടുള്ള ശബരിമല ദേവസ്വം ബോർഡുമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണവുമായി ബന്ധപ്പെട്ടും യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ ബോർഡ് അവർ തീരുമാനിച്ച അഭിപ്രായം പറയും. പ്രതീക്ഷണം വരണമല്ലോ. ദേവസ്വം ബോർഡും പന്തളം കൊട്ടാരവും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. അത് ഇന്നലകളിലും അങ്ങനെയാണ്, ഞങ്ങളുടെ ബോർഡ് വന്നതിന് ശേഷം അങ്ങനെയാണ്. കുറച്ചുകൂടി ഗംഭീരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പാണ് അവർ ബോർഡിലോട്ട് വന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷനും ഇല്ല. ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങളുടെയും ലക്ഷ്യമാണ്, പന്തളം കൊട്ടാരത്തിൻ്റെയും ലക്ഷ്യമാണ്. അല്ല, അതൊക്കെ അവർക്ക് നടത്താനുള്ള അവകാശമുണ്ടല്ലോ. അതിൽ നമ്മളത് ജനാധിപത്യ രാജ്യമല്ലേ, നമുക്ക് അവർക്കൊക്കെ നടത്തുവാനും നടത്താതിരിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. എന്തോ യോജിക്കുന്നവരെല്ലാം വരട്ടെന്നേ. നമുക്കിതിൽ ആരോടും അവരെ വേണ്ട ഇവരെ വേണ്ട എന്നുള്ളൊരു ഇതില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ മാത്രം ഇടുന്നൊരു ചട്ടക്കൂടിൽ കൂടി പോകാൻ പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാവരും വേണം ഇതിനകത്ത് BJP, കോൺഗ്രസ്, പിന്നെ കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ഒരു വിശ്വാസമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. വിശ്വാസമുള്ള എല്ലാവർക്കും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിപ്പോൾ ഹൈന്ദവ സംഘടന, രാഷ്ട്രീയ സംഘടന എന്നൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തന്മാർ, ജനപ്രതിനിധികൾ, എല്ലാതായി തിരുവാഭരണ സംഘത്തിന് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ഇപ്പോൾ സത്യത്തിൽ ഒരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? 2 ആഴ്ചയ്ക്ക് മുമ്പ് അനൗദ്യോഗികമായി ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിരന്തരം നടന്നു വരിക. പക്ഷെ ഒരു ബോർഡ് തന്നെ വന്ന് ഒഫീഷ്യലായിട്ടുള്ള ഇൻവിറ്റേഷനാണ് നടത്തിയിരിക്കുന്നത്. അതാണ് കാര്യം. അവർ 2 കാര്യം വ്യക്തമാക്കി. ഒന്ന്, ശബരിമലയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് ഞങ്ങൾ അനുകൂലമാണ്, പന്തളം കൊട്ടാരം എതിരല്ല, വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഒഫീഷ്യലായിട്ട് ഡിക്ലറേഷൻ വരണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കൂടി ആലോചിക്കാനുള്ള സാവകാശം മാത്രമാണ്. ഇന്നലകളിലെല്ലാം ഞങ്ങളുമായി വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് കൊട്ടാരത്തിലുള്ളത്, ഞങ്ങൾക്ക് തിരിച്ചുള്ളത് ഇല്ലേ? അത് തുടരും. ഒരു അർത്ഥശങ്കയ്ക്ക് വിടയില്ലാത്തത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല വികസനം ഞങ്ങൾ ഇതിലല്ല, നിങ്ങളൊപ്പമുണ്ട് എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പന്തളം കൊട്ടാരത്തിൽ സന്ദർശനം നടത്തി അവരുമായി ചർച്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്.